ടർബോ എന്നൊരു തട്ടുപൊളിപ്പൻ മാസ് മസാല പടത്തിനോടൊപ്പം ഇറങ്ങിയുകൊണ്ട് തിയേറ്റർ പോലും റിലീസിൻ്റെ അന്ന് പ്രോപ്പറായിട്ട് കിട്ടാതെ ഒരു പ്രോപ്പർ തുടക്കം കിട്ടാതെ പോയൊരു സിനിമയാണ് തലവൻ. മെയ് 23 തന്നെ കാണാൻ ശ്രമിച്ചെങ്കിലും തിയേറ്റർ അന്ന് അവൈലബിൾ ആയിരുന്നില്ല. അതിൻ്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച മുതലാണ് ശരിക്കും തിയേറ്റേഴ്സ് കിട്ടി തുടങ്ങിയത്. ഞാൻ പടം കണ്ടിട്ട് 3-4 ദിവസമായെങ്കിലും റിവ്യൂ ചെയ്യാൻ ലേറ്റായി. പൊതുവിൽ മലയാളത്തിൽ ഫീൽ ഗുഡ് സിനിമകളുടെ ആശാൻ എന്നറിയപ്പെടുന്ന ആളാണ് ജിസ് ജോയ്. ജിസ് ജോയുടെ ഡയറക്ഷനിൽ അരുൺ നാരായണൻ പ്രൊഡക്ഷനിൽ ബിജു മേനോൻ, ആസിഫ് അലി കേന്ദ്ര കഥാപാത്രങ്ങളായി വരുന്ന തലവൻ. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, ഒരു ക്രൈം ത്രില്ലർ പടമാണ്. സസ്പെൻസ് ആണ്. ഒരു പോലീസ് സ്റ്റേഷനും അവിടുത്തെ ഒരു CI SI അവരുടെ ഈഗോ ക്ലാഷ് അങ്ങനെ കഥ പറഞ്ഞു തുടങ്ങുന്നുണ്ടെങ്കിലും ആ സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന ഒരു ക്രൈമും അതിൻ്റെ അന്വേഷണവുമാണ് പടത്തിൻ്റെ മെയിൻ പ്ലോട്ട്. പടത്തിൻ്റെ റൈറ്റേഴ്സ് ആനന്ദ് തേവരക്കാട് ആൻഡ് ശരത് പെരുമ്പാവൂർ. പടത്തിലെ ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത് ജിസ് ജോയ് തന്നെയാണ്. സിനിമാറ്റോഗ്രാഫി ബൈ ശരൺ ആൻഡ് എഡിറ്റിംഗ് ബൈ സൂരജ്. രണ്ടും ഡീസൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബൈ ദീപക് ദേവ്. ദീപക് ദേവ് പിന്നെ അറിയാമല്ലോ, ദീപക് ദേവ് സെലക്റ്റീവായിട്ട് മാത്രം പടം ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പുള്ളിക്കാരൻ്റെ ശിഷ്യന്മാരിപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ മ്യൂസിക്കിൽ കലക്കിക്കൊണ്ടിരിക്കുകയാണ്, സുഷിൻ ശ്യാം അടക്കമുള്ള ആളുകൾ. സോ ദീപക് ദേവ് പടത്തിൻ്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിനനുസരിച്ചുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സ്കോറാണ് തന്നിരിക്കുന്നത്. അതിനകത്തുള്ള ടൈറ്റിൽ സോങ്ങും ഒക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വാരി വലിച്ച് അധികം പാട്ടുകളൊന്നും ഇല്ലാത്ത പടമാണ്. ഒരു പാട്ടം കണ്ടേ ഉള്ളൂ പടത്തിൻ്റെ. ബിജു മേനോൻ, ആസിഫ് അലി കൂടാതെ മിയ, അനുശ്രീ, ദിലീഷ് പോത്തൻ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങൾ. അതുകൊണ്ട് എടുത്തു പറയാൻ കോട്ടയം നസീറിൻ്റെ ക്യാരക്ടറും നല്ല പവർഫുൾ ആയിട്ടുള്ള നല്ല ഗംഭീര ക്യാരക്ടറാണ്. പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അതിൻ്റെ തിരക്കഥ തന്നെയാണ്. നല്ല ഒഴുക്കോടുകൂടി നല്ല ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്ന തിരക്കഥയാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്നുള്ളത്. ഒരു ക്രൈം ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് പക്ക സാധനമാണ്. പിന്നെ പെർഫോമൻസ്, ബിജു മേനോൻ, ആസിഫ് അലി മത്സരിച്ചിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ്. ആസിഫ് അലിക്ക് ശരിക്കും കഴിഞ്ഞ കുറച്ച് പടങ്ങൾക്ക് ഒന്ന് മങ്ങി നിന്ന ശേഷം നല്ലൊരു തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. ബിജു മേനോൻ ഓൾവേസ് റോക്കിംഗ് ആണല്ലോ. കഴിഞ്ഞ പടം ഗരുഡനിൽ വില്ലനായിട്ടായിരുന്നു. ഈ പടത്തിനകത്ത് ശരിക്കും നായകൻ ബിജു മേനോൻ തന്നെയാണ് സെൻട്രൽ ക്യാരക്ടർ. ബിജു മേനോനും അപ്പോൾ അതിനോടൊപ്പം തന്നെ ആസിഫ് അലി എന്നുള്ളത്. ആസിഫ് അലിയിൽ ശരിക്കും ഫസ്റ്റ് ഹാഫിൽ തുടക്കത്തിൽ ആസിഫ് അലിയുടെ എൻട്രിയും പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വന്നു, പുള്ളി കത്തിക്കേറിങ്ങ് തുടങ്ങിയതായിരുന്നു. പക്ഷേ ബിജു മേനോൻ്റെ പോർഷനിലേക്ക് കൂടുതൽ കിടക്കുമ്പോഴത്തേക്ക് ലൈക്ക് ഒരു പെർഫോമൻസ് കുറച്ച് ഡൗൺ ആയി പോകുന്ന പോലെയും, പിന്നീട് ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് എത്തുന്ന സമയത്ത് വീണ്ടും ആസിഫ് അലിയുടെ ക്യാരക്ടറിൻ്റെ ആ ഒരു ഗ്രാഫ് ഉയരുകയും വീണ്ടും ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരു ഇച്ചിരി അങ്ങ് ഡൗൺ ആയി അങ്ങ് പോകുമായിരുന്നു. എന്നാലും ഒരു മെച്ചോർഡ് പെർഫോമൻസ് ആണ് ആസിഫ് അലിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് പടത്തിൽ. ടർബോ സിനിമയിലും ഇതിലും എനിക്കൊരു ഫൺ ഫാക്ട് തോന്നിയത്, ഈ രണ്ട് പടത്തിലും അഭിനയിച്ചിരിക്കുന്ന ഒരു ആക്ടർ ഈ രണ്ട് സിനിമകളുടെയും ക്ലൈമാക്സ് പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടെയിൽ എൻഡ് ഭാഗത്ത് രണ്ട് സിനിമയിലും കൊല്ലപ്പെടും. ഈ കൊലപാതകം ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ക്യൂ പോലെ അത് കൊണ്ടെത്തിച്ചാണ് പടം തീർക്കുന്നത്. രണ്ട് പടത്തിലും മരണപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഒരു ഫൺ ഫാക്ട് തോന്നിയെന്നേ ഉള്ളൂ. എടുത്തു പറയത്തക്ക രീതിയിലുള്ളൊരു വലിയ നെഗറ്റീവ് ഒന്നും ഈ പടത്തിന് ഇല്ല. സിനിമയിൽ ഇടയ്ക്ക് കുറച്ച് ഭാഗത്തൊരു എൻഗേജിങ് കുറവുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു ആക്ഷൻ നിർബന്ധമായിട്ട് വേണമെന്നില്ല. പക്ഷേ നമ്മളൊരു ആക്ഷൻ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ആക്ഷൻ കൊറിയോഗ്രാഫി അതിന് ഉതകത്തക്ക രീതിയിലുള്ളത് വേണമെന്നുള്ളതാണ്. അപ്പോൾ ബിജു മേനോൻ ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. അയ്യപ്പനും കോശിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിന് ചേരത്തക്ക രീതിയിലുള്ള ആക്ഷൻ കൊറിയോഗ്രാഫി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ചയ്ക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ഈ പടത്തിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഫൈറ്റുകളാണുള്ളത്. ഒന്നൊരു ജയിൽ ഫൈറ്റും പിന്നെ ഒരു ക്ലൈമാക്സ് ഫൈറ്റും. ഈ രണ്ട് ഫൈറ്റും ഒരു ബിലോ ആവറേജ് ഫൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഒട്ടും ഇമ്പാക്റ്റ് ഇല്ലാത്ത രീതിയിലുള്ളൊരു ഫൈറ്റ് കൊറിയോഗ്രാഫി ആയിട്ട് എനിക്ക് തോന്നി. വിദ്യുത് ജമാൽ നായകനായിട്ടുള്ളൊരു പടത്തിനകത്ത് മാഫിയ ശശി സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, അതേപോലത്തെ ഒരു ഫീലാണ്. അപ്പം ആസിഫ് അലി ആയിക്കോട്ടെ, ബിജു മേനോൻ ആയിക്കോട്ടെ, നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആക്ടേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ആക്ഷൻ കൊറിയോഗ്രാഫി അത്ര പെർഫെക്റ്റ് ആവാത്തത് കൊണ്ട് നമുക്കൊരു സംതൃപ്തി ഇല്ല എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. പടം കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു രണ്ട് പോലീസുകാരുടെ ഈഗോയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ട്രെയിലർ പോലും ഏകദേശം അതുപോലെയാണ് വന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ പടം പൂർണ്ണമായിട്ടും ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നുള്ള നിലയിലേക്ക് തന്നെ പോയി. ഞാൻ വിചാരിച്ചു വീണ്ടും മറ്റേ ഡ്രൈവിംഗ് ലൈസൻസ് അയ്യപ്പനും കോശിയും പോലെ രണ്ട് ആക്ടേഴ്സിനെ വെച്ച് ഈഗോ ക്ലാഷ് വിട്ട് പറ്റുള്ള പരിപാടിയാണെന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് സെറ്റിലായിട്ടൊരു ലെയറിൽ അത് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഗ്രിപ്പിംഗ് എൻഗേജിങ് ത്രില്ലർ തന്നെ ആയിരുന്നു തലവൻ. പടം ഇറങ്ങി ഫസ്റ്റ് വീക്കെൻഡ് വലിയ കളക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. കുറച്ച് താന്നാണ് പോയെങ്കിലും ഇപ്പോൾ ഷോസിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്. പടം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ റെസ്പോൺസ് ഉണ്ട്. ടർബോ സിനിമയോളം തന്നെ ആളുകൾ തലവനെയും ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയൂ. ബൈ.